ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ യോഗത്തിൽ ഇപ്പോൾ ശ്രീ ഗോകുലം ഗോപാലൻ സംസാരിക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹം. അതുകൊണ്ട് ഇപ്പം കൊച്ചിയിലും ട്രിവാൻഡ്രത്തൊക്കെ അവർ ചായകൾ ആരംഭിച്ച് അതിന് നല്ല നേതൃത്വം കൊടുക്കാൻ ഞാൻ പ്രസാദൻ ചേട്ടനോടും രവിയോടൊക്കെ സംസാരിച്ചിട്ടുമുണ്ട്. അത് എത്രയും വേഗത്തിൽ കഴിഞ്ഞ അടുത്ത മീറ്റിങ്ങിൽ വലിയൊരു മെമ്പർഷിപ്പ് കേരളത്തിലെ ആളുകൾ തന്നെ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ പല പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പല പ്രോജക്റ്റിലും വളരെ സഹായിക്കുന്ന കാര്യമാണ് നമ്മളെ വീടിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ശക്തിയായിട്ട് മാറുകയാണ്. ഇപ്പോൾ വയനാട്ടിലൊരു വീട് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞു. അത് ഒറീസയാണ് അതിൻ്റെ സ്പോൺസറൊക്കെ ചെയ്യുന്നത്. ആ വീട് ഏകദേശം പാതി ആയിക്കഴിഞ്ഞു. അത് കഴിയുന്ന വേഗത്തിൽ തന്നെ നമുക്ക് ആ വീട് അവരെ സമർപ്പിക്കാൻ സാധിക്കും. രണ്ടാമത് പന്തളത്തൊരു വീട് നമ്മൾ മയ്യമ ചെയ്ത് കൊടുക്കുന്നതാണ്. അതും ഏകദേശം പണി കഴിയാൻ പോവാണ്. എന്നും 2, 3, 4 വീടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ സാഹചര്യങ്ങൾ ഇപ്പോൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതും അടുത്ത 2, 5, 6 മാസം കൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ രണ്ടാമത് ഏറ്റവും പ്രധാന വേറൊരു കാര്യം, നമ്മൾ ഫുഡ് ബോർ നീഡീസ് എന്നുള്ള ഒരു പരിപാടി, ആവശ്യക്കാർക്ക് ഭക്ഷണം കൊടുക്കുക. ഈ ആവശ്യക്കാരെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളൊരാവശ്യം ഞാൻ കണ്ടുപിടിച്ച് ഏറ്റവും എനിക്ക് കൂടുതൽ, ഞാനൊരു ട്രസ്റ്റ് നടത്തുന്നുണ്ട് ഇവിടെ എറണാകുളത്ത് എയർപോർട്ടിൻ്റെ അടുത്ത്. അവിടെ ഇപ്പോൾ 100-200 പേർക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടതായിട്ട് പോകുന്നത് ഈ സ്കൂളിലേക്ക് ആശുപത്രിയിലേക്കാണ്. ആശുപത്രി എന്ന് പറഞ്ഞാൽ ജനറൽ ഹോസ്പിറ്റലിൽ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ കിട്ടുന്ന ഭക്ഷണം വളരെ 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 തുച്ഛമാണ്. അവർ ക്യാൻറ്റീനിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് ഒരു ഭയങ്കര കോസ്റ്റ്. അത് മാത്രമല്ല അവർക്ക് താങ്ങാൻ പറ്റാതെ കൊണ്ട് ഭക്ഷണം കഴിക്കാതെ പോകുന്ന ഇത്ര പേരുണ്ട്. അവർക്ക് നമ്മൾ എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഏർപ്പെടുത്തി വെച്ചാൽ ഒരു ദിവസം ഒരു യൂണിറ്റിൽ നിന്ന് 1000 രൂപയെങ്കിലും അതിനു വേണ്ടി ചെലവഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.